ടൈറ്റിൽ കേൾക്കാൻ ഭയങ്കര രസമാണ്. കമൽ ഹാസൻ പ്രസൻസ് എ മണിരത്നം ഫിലിം ആൻഡ് AR റഹ്മാൻ മ്യൂസിക്കൽ തഗ് ലൈഫ് ജൂൺ 5-ാം തീയതി നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിലേക്കാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബ്രഹ്മാണ്ഡമായ സിനിമകൾ നമുക്ക് മലയാളത്തിലേക്ക് എത്തിച്ചേർന്ന മലയാളത്തിന്റെ ഒരേ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശ്രീ ഗോകുലം മൂവീസിന്റെ അമരക്കാരൻ, ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ, ദ വൺ ആൻഡ് ഓൺലി, ദ എക്സ്ട്രീംലി ചാർമിംഗ് അവർ ഡിയറസ്റ്റ് ഗോപാലൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായി ഞാൻ കാണുകയാണ്. കാരണം ഏറ്റവും നല്ല സിനിമ ഇന്ന് അതിൻ്റെ പ്രദർശനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. ജൂൺ 5-ാം തീയതി ആ സിനിമ ഇവിടെ വരികയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിവുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഏറ്റവും നല്ല സിനിമകൾ കണ്ടുപിടിച്ച് അത് പ്രത്യേകിച്ച് കമലഹാസന്മാരുടെ നല്ല അഭിനേതാക്കളുടെ പടങ്ങൾ, മണിരത്നന്മാരുടെ നല്ല ഡയറക്ടർമാരുടെ പടങ്ങൾ ഇവിടെ മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തരുന്ന സപ്പോർട്ട് ഏറ്റവും എനിക്കും നമ്മുടെ ഗോകുലം മൂവീസും തരുന്ന സപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. പിന്നെ മാത്രമല്ല, കമൽഹാസൻ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ്. കാരണം ഇന്ന് തമിഴ്നാട്ടിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സിനിമ കാണുന്ന കാലം തൊട്ട് തന്നെ കമൽഹാസന്റെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു മോഹം കമൽഹാസൻ കൂടി ചേർന്ന് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പടം ഞാൻ കമൽഹാസന് ചേർന്ന് എടുത്തിട്ടുണ്ട്. അത് പൂങ്കാവനം. അപ്പൊ അത് ആ സമയത്ത് കമൽഹാസനെ പറ്റി എനിക്ക് മനസ്സിലായ കാര്യം, ഒരു സിനിമയിൽ ജീവിതം അർപ്പിക്കുക എന്നത് ആ വ്യക്തിയുടെ ഒരു പ്രത്യേക ഒരു ഗുണമാണ്. കാരണം ജീവിതം മുഴുവനും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച് അതിലിപ്പം തന്നെ ഇതിലെ ലിറിക്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് എഴുതിയത്. എല്ലാ കാര്യവും സിനിമയിൽ ഏറ്റവും ശ്രദ്ധ കാര്യങ്ങൾ പഠിച്ച് അത് സിനിമയാക്കി മാറ്റി അത് ആ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് കമൽഹാസൻ അവരുടെ ജീവിതം സമൂഹത്തിന് അത് സമർപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തെ പോലുള്ള സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സഹകരണം ആശിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ ഗോകുലം ഗോപാലൻ സാർ. നമുക്ക് വളരെ സുപരിചിതനായ ഒരു കലാകാരൻ, സൂതുകാവും, ഓമൈ കടവുളെ, പോർതൊഴിൽ, ശരിക്കും സിനിമകളുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആണ്. മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. The extremely charming, versatile actor, a promising actor for the Indian film fraternity. Ladies and gentlemen, put your hands together to welcome Ashok Selvan to Kochi at Forum Lulu Mall. Hello. മനോഹരമായ കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ഞാൻ ഇங்கே ഇന്ന് നിൽക്കുന്നത് സന്തോഷത്തോടെയും പിന്നെ വളരെ എക്സൈറ്റ്മെൻറ്റും ആണ്. സോ ബിക്കോസ് തഗ് ലൈഫ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫിലിം ഫോർ മീ, ഇറ്റ്സ് എ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ മീ. It has all my gurus in one film. I'd like to thank first Mani sir for taking me in, for trusting me with the role. And next I'd like to thank my guru, my mentor, everything, my inspiration. Kamal sir, thank you for taking me in. Tamil la pesna, English la pesna. அசோக், தமிழ் எனக்கு எல்லாரும் ஓகே தான். ஓகே, ஏன்னா ரொம்ப ஸ்ட்ரக்காக இங்கிலீஷ், சாரி. ரொம்ப சந்தோஷமாக இருக்குது. பேசிக்காக வேறு எதுவும் நான் எவ்வளோ சொன்னாலும் அதுதான் வருது. எனக்கு ஒரு ரொம்ப லேர்னிங்கான இடம்.
கமல் சார் பற்றி நான் பேசுறது இன்டர்வியூவே இல்லை, அவர் முன்னாடி நின்று பேசும்போது தான் ஸ்டக் ஆகுது, ஏன்னா நல்லா ஃப்ளோவில் வரும். ஏன்னா அவர் ஒரு ஜென்ரேஷன், அன்றைக்கி ஒரு இன்ஃப்ளூயன்சர் மீட் வச்சிருந்தோம். we had an influencer meet. நான் அங்கேயும் அதான் சொன்னேன், the biggest influencer is Kamal sir. He's been influencing people for 40-50 years and பல 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 ஜென்ரேஷன்ஸை இன்ஸ்பயர் பண்ணலாம் நானும் ஒருத்தன். ஸோ ஜஸ்ட் ஹாப்பி. அண்ட் ஏஆர் ரஹ்மான் சார் இருக்காரு, சிம்பு சார் இருக்காரு, த்ரிஷா மேம் இருக்காங்க, அபிராமி மேம் இருக்காங்க, அண்ட் ஜோஜு சாரோட படங்கள் நிறைய பார்த்துருக்கேன். கடைசியாக பண்ணி ரொம்ப பிடிச்சது சார். எஸ்பெஷலி அந்த ஐ வாஸ் டெல்லிங் யூ கார் கலெக்ஷன் வந்து பயங்கரமாக இருந்தது. அண்ட் the way he acts in characters brings out, it's amazing. So in the படத்துல காம்பினேஷன் இல்லை, and I hope we get to act some other film. நீங்கள் மூவ் பண்ணுவீங்கன்னு எதிர்பார்க்குறேன். So yeah, I love you guys. Please, I hope you guys like the film. All the masters are here. They've cooked something very special. அதை வந்து கண்டிப்பாக நம்ம எல்லாரும் போய் டேஸ்ட் பண்ணணும்னு நான் சொல்கிறேன். And Kochi, thank you for all the love. I hope you also like my work. Thank you so much. Thank you. Thanks. Thank you. And Ashok sir, நீங்க கமல் சாருமாയിട്ട് இந்த படத்துல ஏதாவது காம்பினேஷன் ஷாட் இருக்கா? லைக் எல்லா காம்பினேஷன் ஷாட்டும் கமல் சாரோட தான், எக்ஸப்ட் ஒன் எஸ்டிஆரோட ஒரு ஷாட் இருக்கு. So all the fans, Ashok Selvan. Thank you guys. Thank you. Thanks. Thank you so much, Ashok Selvan. Sorry. Gopalan sir, I'm so sorry. Thank you for I'm so glad we are associating with you, and I hope we do a film soon. Thank you, sir. Such a gentleman. A round of applause to one and only Ashok Selvan. അടുത്തത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ, മലയാളത്തിൽ നിന്ന് തന്നെ തമിഴിലേക്ക് പോയ പ്രിയ താരമാണ്, നടിയാണ്. വിരുമാണ്ടി എന്ന ഒറ്റ ചിത്രത്തിൽ കൂടെ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. അഭിരാമി എന്നാണ് പേര്. അടുത്ത് കമൽ സാറിനെ കൂടെ കാണുമ്പോൾ അഭിരാമിയെ, ആ ഒരു കമൽ സാറിന്റെ അടുത്ത് തന്നെ അഭിരാമി ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ അതിനൊരു എന്താ പറയാ, ഒരു കോയിൻസിഡൻസ് പോലെ ഫീൽ ചെയ്യുന്നു. A round of applause to the extremely talented Abhirami, to Forum Mall. ഒരു ഗംഭീര കയ്യടി. നമസ്കാരം കൊച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? പൊളിയല്ലേ? ജൂൺ 5 തിയേറ്ററിൽ പോയി പൊളിക്കണ്ടേ? സോ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഇത്ര ഒരു ഗംഭീരമായ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻസിൻ്റെ വേണ്ടിയാണെന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു. അധികം സംസാരിക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഉലകനായകൻ കമൽഹാസൻ സംസാരിക്കാൻ കേൾക്കുന്നതിന് വേണ്ടിയാണ്. സോ എല്ലാവരും ജൂൺ 5 വന്ന് സിനിമ കാണുക, നമ്മളെല്ലാവരും ബ്ലസ് ചെയ്യുക. ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. സോ താങ്ക് യു കമൽ സർ, താങ്ക് യു ഗോപാലൻ സർ, ഇത്രയും നല്ല സിനിമ കേരളത്തിൽ എത്തിക്കുന്നതിന്, ഇങ്ങനെ നല്ല സിനിമകൾ പിന്നെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിന്. ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിനും എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. സോ 5 എല്ലാവരും പോയി കാണുക, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. Thank you so much, Abhirami. ഒരു ഗംഭീര കയ്യടി for Abhirami. She plays the main character in Thug Life. ഇനി നമ്മുടെ സ്വന്തം ആളാണ്. ഇപ്പം തമിഴ് തെലുങ്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നേരത്തെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് വന്നു, പിന്നെ ഒരു ഗംഭീരമായ ഒരു സിനിമ പണി ചെയ്ത് നമ്മുടെയൊക്കെ സ്വന്തം ഗംഭീര കയ്യിലൂടി ശ്രീ ജോജുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പേടിച്ചു, നമസ്കാരം പറയുമ്പോൾ ആരും മിണ്ടില്ലെന്ന് വിചാരിച്ചു. ഭാഗ്യം. താങ്ക് യു. ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് എൻ്റെ. കാരണം മണിരത്നം ഫിലിം, അതും കമൽ സാറിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നേരിട്ട് കാണാന്ന് പറയുന്നത്
അത് എന്താ പറയുക, നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും, അതൊരു വലിയ കാര്യമാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെന്താ പറയാ, സ്റ്റക്കായി പോയി. അല്ല ജോജു പറയാം, ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നന്നായി അഭിനയിക്കാൻ പറ്റും, അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും. അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അമ്പൽ വെച്ചിട്ടുള്ള ആളാണ് കമൽ സാറ്. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ 38 മേലെ 39 മേലെയാണെന്ന് തോന്നുന്നു ഡബിൾ റോളുകൾ, അതും 10 വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കമൽ സാർ. നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റെഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട, അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഒപ്പം മണിസാറും. അപ്പോൾ ഞാനും ജൂൺ 5 വേണ്ടി കാത്തിരിക്കുകയാണ് തഗ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം. താങ്ക് യു തന്ന കൈയടികൾക്കും നല്ല വർത്തമാനങ്ങൾക്കും താങ്ക്സ്. നമുക്കെല്ലാവർക്കും അഭിമാനമാണ് ജോഷു ഏട്ടൻ ഇന്ന് കമൽ സാറിനോട് ഒരു വേദി പങ്കെടുത്തതിൽ. നേരത്തെ സൂര്യ സാറിനോട് പടം ചെയ്തു, വേറെ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഗംഭീര കൈയടി കൊച്ചിയുടെ കേരളത്തിന്റെ ജോജു സാർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആ സൈഡിലുള്ള റെയിൽസിൽ അധികം പ്രഷർ കൊടുക്കില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടുതരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, പറഞ്ഞുപോയി. ഗോപാൽ സാർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ തരുന്ന നല്ല സിനിമകൾക്കും, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ആളാണ്. എൻ്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാലൻ സാറാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോജോട്ടാ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് ഡോണ്ട് ലീൻ ഓൺ ദ വാൾസ്. അല്ല, ഗ്ലാസ്സിൽ അധികം പ്രഷർ കൊടുക്കില്ല. ഓക്കെ, നമുക്ക് കമൽ സാർ കുറച്ച് നേരം കൂടെ ഇവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് 6 പതിറ്റാണ്ടുകളായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെജൻഡറി ആക്ടർ. എത്ര സിനിമകൾ, എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ, അതിൽ എത്ര മേഖലകൾ. ആസ് എൻ ആക്ടർ, ആസ് എ സ്ക്രീൻ പ്ലേ റൈറ്റർ, ആസ് എ ഡയറക്ടർ, ആസ് എ കൊറിയോഗ്രാഫർ, ആസ് എ ഡാൻസ് കൊറിയോഗ്രാഫർ, എല്ലാ മേഖലകളിലും തിളങ്ങിയ വ്യക്തിത്വം. He itself is a university of cinema. Cinema equals him. Ladies and gentlemen, boys and girls, put your hands together to welcome the one and only, the living legend. His name is Dr. Padma Bhushan Kamal Haasan to Forum. Kore kude gambhiramaya kayadi for the one and only Kamal sir to Forum Kochi. എല്ലാവർക്കും നമസ്കാരം. തഗ് ലൈഫ് ജൂൺ 5th, മണിരത്നം, റഹ്മാൻ, രവി കെ ചന്ദ്രൻ, അൻപറിവ്, STR, അഭിരാമി, അശോക്, ജോജു, നാസർ ഭായ്, ഇനിയും ഒരുപാട് പേരുണ്ട്. തൃഷ, സോ ഇത്രയും പറഞ്ഞാൽ മതി. യു സീൻ ദ റെസ്റ്റ്. ആൻഡ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുകയാണ് എനിക്ക് ഒരു നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫ് ടൈം കുറച്ച് നീണ്ടുപോയി എന്നല്ലാതെ എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടാലൻറ്റഡ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. തോറ്റുപോയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ദി mindset of an elder brother, if you are even younger, of a father. So I like this. I will continue doing this. I will continue bringing many more talents to deserving audience like you. Why am I doing it? Because that's what was done to me in Kerala and in Tamil Nadu by Mr. K. Balachandar. And it continues, and I want to give what I got back
to every place in India, especially Kerala, because this is where I was born as a lead man in cinema. So ആ നന്ദിയുണ്ട് എനിക്ക്. ഇங்கே இருக்கக்கூடிய தமிழ் ரசிகர்களுக்கும் ஒன்னு யோசிச்சு பாருங்க, தமிழ்நாட்டிலையும் மலையாளத்தில் பேசலாம், ஆனா ரொம்ப நேரம் பேசினா புரியாது. இங்க புரியும். ஸோ எல்லாரும் பக்கத்து ஸ்டேட்ல உள்ள பாஷையை கத்துக்குங்க. ஹிந்தி அப்புறம் பார்க்கலாம். எங்க பாஷை ஃபர்ஸ்ட் அழிஞ்சு போகாம பார்க்க வேண்டியதுதான் எங்க கடமை. ஆனா இந்த ஊர்ல வந்து சொல்ற தில்லி எப்படி இருக்கு தெரியுமா? நாம் அனைவருமே திராவிடர்கள், மறந்துடாதீங்க. அந்த பெருமையுடன் we offer our family Thug Life. Namaskaram. കമൽ സാർ, വേലു നായകർ 37 വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് മണി സാറിനോട് വന്നു. ഇവിടെ ശക്തിവേൽ നായകർ വരികയാണ്. ആ വേലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇല്ല, except they are in the same profession. Profession ഒന്നാണ്. How will Lal Sir and Mammootty and Kamal Haasan become the same? We are in one profession, but each is a great talent. You know how I slipped in my name into this, you must notice that. ആ കലാകാരന്മാരുടെ എൻ്റെ പേരും ചേർത്തു. I am proud. സോ നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് ലാലേട്ടനെ അളിയാന്നാണ് വിളിച്ചത്. അതെ അതെ, ഇന്ന് ആ ഭാഗ്യം കിട്ടി. ഞാൻ വിചാരിച്ച എൻ്റെ വയസ്സുകാരനായിരിക്കും എന്ന് പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ ഐ കോൾഡ് ഹിം അളിയ ടുഡേ. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഒരുപാട് മലയാളി ഓർമ്മകളുള്ള ആളാണ് കമൽ സാറ്. മലയാളത്തില് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി ഓർക്കാം? ഏതെങ്കിലും ഇവിടെ ആർക്കും അത് അറിയില്ലായിരിക്കും. ഗോപാലൻ സാറിന് മനസ്സിലാവും. താതയ്യൻ കാട്ടിലെ തക്കാളി കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി, കല്ലല്ല ഓയ് മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല, കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി. കണ്ണും കള്ളും എന്ന സിനിമയിൽ ബാലതാരമായ ഒരു നടൻ പാടിയ പാട്ടാണ്. വോയിസ് കുറച്ച് ഗ്രഫായി പോയി, അത്രയേ ഉള്ളൂ. ബട്ട് സേതു സാറാണ് എന്നെ കേരളത്തിൽ 2 പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബാലനടനായിട്ടും പിന്നെ ലീഡ് ആക്ടറായിട്ടും ഇൻ കന്യാകുമാരി. യെസ്, ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ കേരള. എത്ര ക്ലാരിറ്റിയിൽ ഒരു മലയാള സോങ് വളരെ ചെറിയൊരു സമയത്ത് ഗംഭീര ഗായകി ഫോർ കമൽ സർ ഫോർ ബീയിങ് such a wonderful sport. And I had the opportunity of making my 5-year-old daughter sing this to Sethu sir. wow. And he had tears in his eyes, and I was so happy. I had tears too. അപ്പോൾ ആ കൊച്ചുകുട്ടി നോക്കിയാണ്, ഈ വയസ്സന്മാർ എന്തിനാ കറയുന്നത്? I just sang a good song. We know, we have a lot of memories. Thank you. Yeah, your question. And also കമൽ സർ, ഇപ്പം കുട്ടികളെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 6 വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടി ഉണ്ടായിരുന്നു. 6 വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽ ഹസൻ സാറിന്, ഈ കമൽ ഹസൻ സാറിന് എന്താണ് പറയാനുള്ളത്? ആ 6 വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല, ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഐ ഹാവ് ലാസ്റ്റ് ദാറ്റ് ഓണസ്റ്റി. ആ ചെക്കനുണ്ടായിരുന്ന ഓണസ്റ്റി ഇപ്പൊ ഇല്ല. സോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായില്ല. Because he'll ask the pertinent questions that a good audience will ask, he will ask. But പതുക്കെ ഇങ്ങനെ വന്ന് I become blunted a bit. He was sharp. ബ്യൂട്ടിഫുൾ. സാർ, അതോടൊപ്പം തന്നെ സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും കമൽ സാറ് ഒരു 100% പെർഫെക്ഷനിസ്റ്റ് ആണ്. കമൽ സാർ അല്ല, അങ്ങനെ ഒരു കാര്യമില്ല. There is only excellence. You can't be perfect. That is hubris.
everything is work in progress. This world is work in progress. Art is work in progress. Politics is work in progress. കഴിഞ്ഞിട്ടില്ല, പണി തീരാത്ത വീട്. ബ്യൂട്ടിഫുൾ. അഗൈൻ മലയാളം ടൈറ്റിലോട്ട് തന്നെ വന്നു. ഒരു കാര്യം കൂടെ ചോദിക്കാൻ പ്രത്യേകിച്ചുള്ളത്, കമൽ ഹസൻ സാർ വിത്ത് സിംബു ഫേസ് ഓഫ്. ഇപ്പൊ തമിഴ് சொல்லட்டுமா, മലയാളത്തിൽ சொல்லட்டுமா? ഓക്കെ. കമൽ സാർ. ஓகே, நான் சொல்றேன். இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசிட்டு இருந்தோம். இப்ப இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசுறோம். அவர் தான் எஸ்டிஆர். என்ன மாதிரியே அவர் வந்தவர். இன்னும் என் வயசு வரும்போது கிட்டத்தட்ட என் எக்ஸ்பீரியன்ஸ் இல்லை, கொஞ்சம் ஜாஸ்தியாக கூட இருக்கலாம், சொல்ல முடியாது. எப்போ வந்தாரு தெரியாது, 3-4 இருக்கும். அப்படின்னா என்னை விட ஒரு வயசு ஜாஸ்தியாக இருக்கும்போது என் எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும். அதாவது அன்பீட்டபிள்னு ஒரு ஆர்டிஸ்ட் கிடையவே கிடையாது. அடுத்து வருமா, அதைத்தான் நான் காட்டுறேன் உங்களுக்கு. எனக்கு அதில் ஒரு வெக்கமும் கிடையாது. அப்படி காட்டித்தான் நான் வந்தேன். சிவாஜி சார் காட்டல, உங்களுக்கு என்ன? அந்த மாதிரி தான். ஸோ ஐ எம் ஒன்லி டூயிங், ஐ எம் காப்பிங் மை எல்டர்ஸ். அண்ட் எஸ்டிஆருக்கு நிறைய டேலண்ட் இருக்கு, ஆனால் அது இன்னும் கூடும். அடுத்த முறை நான் இங்க வந்து பேசும்போது அந்த படத்தில் நான் இருந்தால் இதை விட ஜாஸ்தி அப்ளாஸ் எனக்கு கேட்கணும். That is the true cinema fan speaking. அவன் ஒரு கட்சியில், there is no bias. He just enjoys everything. That's what I'm doing now. Thank you. And one final question, കമൽ സർ, തഗ് ലൈഫിൽ ഇരുന്നോ അല്ലെങ്കിൽ കമൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി, അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിലിം ഫ്രോം തഗ് ലൈഫ് എനിവേ ലൈക്ക്. അത് ട്രെയിലറിലുണ്ട്. നല്ല സൗണ്ട് സെറ്റപ്പ് സിസ്റ്റം മിക്സിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൽ സാധാരണ ഒരു ഡയലോഗാണ്. അത് ഇവർ പറയും June 6th, June 5th ആഫ്റ്റർനൂൺ പറയും എല്ലാവരും. And I like to hear those voices because I am bored of my voice. Thank you. And sir, June 5th എല്ലാവരും തിയേറ്ററിലേക്ക് ആ മണി സാറിനെയും ആ കമൽ സാറിനെ AR റഹ്മാനെ വീണ്ടും ആസ്വദിക്കാനായിട്ട് എത്തുകയാണ്. ആ എല്ലാവരോടും ആസ് എ ഫൈനൽ വൈൻഡ് അപ്പ് തിങ് 2 വാക്കും കൂടെ പറഞ്ഞിട്ട് we will call it a night. Okay, I've watched this film many times. I'm going to watch it many more times before June 5th. So on June 5th, I'll be watching you, all of you. I'm looking forward to it. I'm more eager than you are. പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. I relish it. I'm living this long only because of that applause. This is my tonic. And ആ applause ആർക്ക് കിട്ടിയാലും എനിക്കത് കേൾക്കും. അതിൽ ഞാനുമുണ്ട്, കയ്യടിയിലുമുണ്ട്. If opportunity permits me, I will be given a bit of that applause. അത്രയും മതി എനിക്ക്. ലവ് യു സാർ, ലവ് യു ലോഡ്സ് കമൽ സാർ. ഞാൻ വേദിയിലേക്ക് ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു ആദരം പൊന്നാട അണിയിച്ച് പ്രിയപ്പെട്ട കമൽ സാറിനെ ആദരിക്കുവാനായിട്ട് I request Sri Gokulam Gopalan sir to kindly come over. Sri Gokulam Movies in the Adaram for the legendary